ഹായ് മക്കളെ, അപ്പോഴും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. രാവിലെ അമ്മ എന്നിട്ട് ചായയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ച് ഇനി നമുക്കിന്ന് മസാല ദോശ ഉണ്ടാക്കാം. അപ്പം അമ്മ ഇച്ചിരി കിഴങ്ങ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സവാള, 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് ഉഴുന്നിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാൻ കത്തിക്കാം. പാനല്ല, അമ്മ ഇതിനകത്ത് മസാലയ്ക്കുള്ള സംഭവം ഉണ്ടാക്കാനായിട്ട് പാൻ കത്തിച്ച് ഇനി നമുക്ക് എണ്ണ എടുക്കാം. എണ്ണ എടുക്കട്ടെ. എണ്ണ എടുത്തേ, നമുക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കാം. കുറച്ചെണ്ണ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഇച്ചിരി ഉഴുന്ന് മൂപ്പിക്കാം. ഉഴുന്ന് ചെറിയൊരു കളറാകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ചതാണ് അമ്മ തേങ്ങ. ഈ ഉഴുന്നൊന്ന് മൂക്കട്ടെ. എല്ലാവരും അവിടെ കാപ്പിയൊക്കെ കുടിച്ചോ? അരി കാമ്മ ഇട്ടിട്ടുണ്ട്, അരി വേവാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി മോരുകറി ഉണ്ടാക്കണം. പിന്നെ നമുക്ക് പാവയ്ക്ക ഒരു വിഴുക്കുണ്ടാക്കണം. പിന്നെ ക്യാരറ്റല്ല, ക്യാബേജും ക്യാരറ്റും ഇട്ടിട്ടുള്ളൊരു തോരൻ വെക്കണം. അപ്പം അമ്മ അതിനെല്ലാം നേരത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പാവയ്ക്കാർ കയ്പ്പ് പോകാൻ വേണ്ടി നമ്മൾ കഴുകി വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഉഴുന്നൂരിക്കൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുക്കണം, ഒരുപാട് മൂപ്പിക്കരുത്. നമുക്കിതിലോട്ട് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. സവാളയും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കും. ഉഴുന്നൂർക്ക് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി ഇത് ഇത്രയും കൂടെ കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിഴങ്ങ് ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കണം, ലേശം മസാലപ്പൊടി ചേർക്കണം, ലേശം ഉപ്പ് അമ്മ കിഴങ്ങിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പുണ്ട് കിഴങ്ങിന്. അപ്പോൾ നമുക്ക് ഉപ്പ് വേണ്ട. ആ കിഴങ്ങിൻ്റെ ഉപ്പ് ഇതിനകത്ത് പിടിക്കും. സൂപ്പർ മസാല ദോശ ഉണ്ടാക്കാം നമുക്ക് നെയ്യൊക്കെ ഒഴിച്ച്. ആ മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ചെറുതായിട്ടൊരു ബ്രൗൺ കളറാണ്. എന്നിട്ട് നമുക്ക് കിഴങ്ങൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം. പെട്ടെന്നൊന്നുമില്ല, നമുക്ക് വഴറ്റി എടുക്കണം. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം. കണ്ട ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. മുളക് പൊടിയൊന്നും വേണ്ട. ഇത് മസാലപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും മതി. അതിൻ്റെ മതി. മസാലപ്പൊടിയും കുരുമുളക് പൊടി മൂന്നും കൂടി ഇവിടെ കടന്നത് റെഡിയാകും. ആയിട്ട് നമുക്ക് വെച്ച് നമുക്ക് ഇച്ചിരി മസാലപ്പൊടി ഇച്ചിരി മതി. മസാലപ്പൊടി കുറച്ച് ചേർത്താവും. പിന്നെ നമുക്ക് ഒരു സ്വല്പം എരിച്ച് സ്വല്പം കുരുമുളക് പൊടി, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല എരിവുണ്ട്. ഇത്രയും കൊണ്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. ചിലർ മുളക് പൊടി ഇടും, പക്ഷെ ഞാൻ മുളക് പൊടി ഇടുന്നില്ല. പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ഉണ്ട്. നല്ല എരിവുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൊരു കിഴങ്ങ് വിടാം. ഈ കിഴങ്ങിന് ഉപ്പ് വേണം ഇതിനകത്ത് പിടിക്കാം. ഇതെല്ലാം നല്ലോണം മൂത്ത് ചെറുതായിട്ടൊന്ന് മൂക്കണം. എന്നിട്ട് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് ഉടച്ചു കൊടുക്കണം. സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം, ഇത്രയും വെള്ളം മതി. അതാകുമ്പോൾ അതൊന്ന് എല്ലാം കൂടെ ഒന്ന് വെന്തിട്ട് പെട്ടെന്ന് വെള്ളം പറ്റും. അപ്പോൾ നമുക്ക് ഉടച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഉപ്പൊക്കെ കാണാം. നല്ല ഉപ്പ് വേണം. ഉപ്പ് ലേശം കുറവുണ്ട്, ഇച്ചിരി ഉപ്പ് ഇടാം.
ഉണ്ട്. ഉപ്പ് നീരാ ഒഴിക്കണേ. അതുകൂടെ അത് ചെറുതായിട്ടൊന്ന് വെന്ത് കുറുവട്ട് ഉപ്പുണ്ട്. അപ്പം അങ്ങ് വെന്ത് കുറുവട്ട്. അപ്പോഴത്തേനും അമ്മയെ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ, അല്ല അരിഞ്ഞെടുക്കട്ടെ. അരിഞ്ഞെടുത്തിട്ട് അമ്മ കാണിച്ചു തരാം. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കഴിച്ചോ? അപ്പം അമ്മ താണ്ടേ മസാല ദോശയുടെ താണ്ടെ ഫില്ലിങ്സ് അതിനകത്തുള്ള കിഴങ്ങും എല്ലാം കൂടി ഇല്ല, അത് താണ്ടേ റെഡിയാക്കി വെച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ വെച്ച് ദോശയുടെ മാവ് വയ്ക്കാം. നല്ല രാത്രി ചുട്ട ദോശയുടെ മാവാണ്. അപ്പോൾ രണ്ടുപിടി മാവൊഴിച്ച് നമുക്കിനി അത് ചെറുതായിട്ട് പോയിട്ട് അപ്പോഴത്തേനും നമുക്ക് വേണ്ടേ അമ്മ പുളിശ്ശേരിക്ക് കുമ്പളങ്ങയും വെള്ളരിക്കയും കൂടി ഇച്ചിരി അരിഞ്ഞ് 2 പച്ചമുളകും ഇട്ട് ആ വേവിക്കാൻ വെച്ച് കണ്ടോ. അത് നല്ല വെന്ത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്തോട്ട് അരച്ചിടാം. അമ്മ അരപ്പിനുള്ളത് മോര്, നല്ല തൈര്, പച്ചമുളക്, ജീരകം, ചെറിയ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇതിനകത്തോട്ട് ഒഴിക്കാം. കണ്ടോ, ഉപ്പിട്ടിട്ടുണ്ടേ, അപ്പം അതിനകത്തോട്ട് ഒഴിക്കാം. അപ്പം അത് കണ്ടോ. അപ്പം അത് ചെറുതായിട്ടൊന്ന് അനക്കട്ടെ, ഒന്ന് അനന്ന് വരട്ടെ. അപ്പം അമ്മ ഇതിനകത്ത് കടു വറുക്കുന്നില്ല കേട്ടോ, കടു വറുക്കുന്നില്ല. പുളിശ്ശേരി മോരുകറിക്ക് കടു വറുക്കുന്നില്ല. അപ്പോഴേ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാൻ മതി. നല്ല പുളിയൊക്കെ ഉണ്ട്. അമ്മ കുറച്ച് ഉപ്പും കൂടെ പുളിശ്ശേരിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് നല്ല സൂപ്പർ ചാള ഇട്ടിട്ടുണ്ട്. അതെ, ചാളയും പൊടികളും എല്ലാം ഇട്ടിട്ടുണ്ട്. അമ്മ അത് വെള്ളം ഒഴിച്ച് വെച്ചേക്ക്. പിന്നെ കുറച്ച് കരളിരിപ്പുണ്ട്, അതും വയറ്റണം. അപ്പോഴത്തേനും നമ്മൾ അരി വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി ഇതാണ്ട് ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് അമ്മ അരിഞ്ഞ് വെച്ചിട്ട് തോരൻ വെക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം അമ്മ ഇതിനകത്തോട്ട് തോരൻ നല്ലതാണ് ഇടുക. അപ്പം അത് തോരൻ നല്ല ഇട്ടു ഇളക്കി. അപ്പോൾ അത് ഇതിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ഇതിനൊന്ന് വാടി വെക്കാൻ നമുക്ക് മസാല ദോശക്കുള്ളത് നോക്കാം. സാമ്പാർ ഇരിക്കൊണ്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അത് കിട്ടുന്നില്ല, ഫില്ലിങ്സ് ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് അത് മതി. അപ്പം നമ്മൾ ഈ മസാല ദോശയിലോട്ട് നമുക്ക് സ്വല്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം തടവിയിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഫില്ലിങ്സ് ഉണ്ടല്ലോ, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്തതാണ്. എന്നാലും ചെറുതായിട്ടൊന്ന് നമ്മൾ ഉടച്ചു കൊടുക്കും. ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. കണ്ട നിറച്ചും വെക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ദോശയുടെ ഇത് ഒരു ഭാഗം അങ്ങോട്ട് എടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നടുക്കോട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് ഭയങ്കര ടേസ്റ്റ് വരും. അപ്പം നമ്മളെ പുളിശ്ശേരി താണ്ടെ ഇവിടെ അനന്ന് വരുന്നുണ്ട്. തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് അനക്കേ ചെയ്യാവൂ. കടു വറുക്കേണ്ടവർക്ക് കടുകൊക്കെ വറുക്കാം, പക്ഷെ അമ്മ കടു വറുക്കുന്നില്ല. എനിക്ക് കടു വറുക്കുന്ന ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഇന്നലെ രാത്രിത്തെ സാമ്പാറുണ്ടല്ലോ താണ്ടെ, അതമ്മ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അത് ദോശയ്ക്ക് വേണമെങ്കിൽ അതെടുക്കാം. കണ്ടോ പുളിശ്ശേരി ഉണ്ടോ, നല്ല സൂപ്പർ കുമ്പളങ്ങ പുളിശ്ശേരി ശരിയായിട്ടുണ്ട്. കണ്ടോ, അപ്പം നമ്മൾ ഇതിൻ്റെ കടു വറുക്കുന്നത്, ഇവിടെ ആർക്കും കടു വറുക്കുന്ന ഇഷ്ടമല്ല. സൂപ്പർ, അടിപൊളി.
ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ഒഴിക്കാം. ഉപ്പ് ഇട്ടായിരുന്നു, പക്ഷെ ഉപ്പ് കുറവ്. നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം. കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് ഇളക്കാം. കണ്ടോ, ഇനിയിപ്പോൾ ഉപ്പ് കറക്റ്റായിരിക്കും. ഇവിടെ ഉപ്പൊക്കെ നോക്കുന്ന ഒരു ടേസ്റ്റ് മിഷൻ ഉണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് മിഷന് ഞാൻ ഇച്ചിരി കൊടുക്കട്ടെ, ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ശരിയാണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട് അമ്മ. അരി വേവട്ടെ. ഇത് നമ്മളെ മസാല ദോശ താണ്ടേ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ മസാല ദോശ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ മസാല ദോശ അങ്ങോട്ട് പ്ലേറ്റിലോട്ട് ഇടാം. ഈ മസാല ദോശ നല്ല മൂത്തിച്ച് നെയ്യൊക്കെ അമ്മ തടവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ദോശ ഇട്ട് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയ്ക്ക് നമ്മൾ മാവ് ഒഴിച്ചു വിടണേ. മസാല ദോശയ്ക്ക് സത്യം പറഞ്ഞാൽ ഇച്ചിരി മാവ് ഒഴിച്ചിട്ട് അത് നൈസായിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊന്ന് നോക്കട്ടെ. അപ്പം എല്ലാവരും രാവിലെ കാപ്പിയെ കുടിച്ചോ? അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ എന്താ വന്ന് പിച്ച് കാണിക്കേ. ചൂടുണ്ട് നല്ല. കണ്ട, സൂപ്പർ ദോശയാണ്. അടിപൊളി, നല്ല ടേസ്റ്റ്. മസാല ദോശ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളി. അപ്പം അമ്മ ഇത് കഴിച്ചിട്ട് വരാം. അപ്പോഴേ മക്കളെ നമ്മുടെ തോരൻ്റെ താണ്ട് അമ്മ മറ്റേ ക്യാബേജും ക്യാരറ്റും തോരനില്ലേ, ആ തോരൻ്റെ താണ്ട് അമ്മ ജീരകം, തേങ്ങ, ഒരു പച്ചമുളക്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച് അപ്പോൾ തോരൻ അമ്മ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക് അമ്മ അരിഞ്ഞ് വെച്ചില്ല. അപ്പോൾ ഒരുപാട് കറികളാണ്, അതുകൊണ്ട് പാവയ്ക്ക് അമ്മ എടുത്തങ്ങ് ഫ്രിഡ്ജ് വെച്ച് നാളെ എടുക്കാം. അപ്പോൾ തോരനൊക്കെ സെറ്റാക്കിയിട്ട് ഈ തോരൻ പൊരി പാത്രത്തിൽ വെക്കണം. പിന്നെ നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. ആ ചോറ്, ആ പുളിശ്ശേരി, തോരന് സെന്നിട്ട് നമുക്ക് ചാള കണ്ടിക്കണം, ഈ കരളും വയറ്റണം. അപ്പോൾ അമ്മ അത് മീനൊക്കെ കണ്ടിച്ച് വൃത്തിയാക്കിയിട്ട് തരാം. അപ്പോഴേ മക്കളെ അമ്മ ആ മീനൊക്കെ കണ്ടിച്ച് വെച്ച് കരൾ ഫ്രൈ ചെയ്യാനുള്ളതും വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് മസാല പുരട്ടി വെക്കണം. മസാല പുരട്ടി വെച്ചിട്ട് അമ്മ കൊല്ലത്തോരൊന്ന് പോയിട്ട് വന്നിട്ട് നമുക്കിത് ചെയ്യാം. അപ്പം അമ്മ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് പിന്നെ നമ്മൾ മീനിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. മീനുള്ള ഉപ്പ് ഇട്ട് ഇനി നമുക്കത് വറുക്കാനുള്ള സാധനങ്ങൾ ഇടാം. നമുക്ക് കുറച്ച് ഒരു 2 സ്പൂൺ മുളക് പൊടി മീനിനും, ഒരു 2 സ്പൂൺ മുളക് പൊടി നമ്മളെ കരളിനും ഇട്ട്, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മീനിന്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാം. കുറച്ച് കുരുമുളക് പൊടി നമ്മൾ മീനിന്, കുറച്ച് കുരുമുളക് പൊടി നമ്മൾ കരളിന് ഇട്ട്. അപ്പം എന്നിട്ട് നമുക്ക് ഇത്രയൊന്ന് നല്ലോണം ഒന്ന് പുരട്ടി വെക്കാം. ആദ്യം മീൻ പുരട്ടാം. മസാലയൊക്കെ പിടിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് വരാം. കണ്ടോ, മീനൊക്കെ പുരട്ടി വെച്ച് ഇതിന് മസാല പിടിച്ചിട്ട് അപ്പോഴത്തേക്കും നമുക്ക് കരളിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ പുരട്ടി വെച്ചിട്ടുണ്ട്. പോയിട്ട് വന്നിട്ട് അമ്മ ഇത് ചെയ്യാമെന്നത് കാണിക്കാം. മക്കളെ അപ്പോഴും അമ്മ വന്ന് ആ കരളിൻ്റെ എല്ലാം താണ്ട് എണ്ണ ഒഴിച്ചിട്ട് കരൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ മീനൂടെ വറുത്തിട്ട് നമുക്ക് ചോറുണ്ണാം. കണ്ട, ചാളമീനാണ് നമ്മൾ നല്ല നെയ്ച്ചാളയാണ് കേട്ടോ. പഞ്ചടക്ക് 2-3 ഇതുണ്ട്, നമ്മുടെ കൊഴിയാളയുണ്ട്.
അപ്പം അമ്മ ഈ മീൻ ഇങ്ങനെ മൊഴിഞ്ഞ് വന്നപ്പോഴേ വന്നപ്പം അമ്മ ചെറുതായിട്ട് ഇതിൻ്റെ പുറത്ത് ഈ മീനിൻ്റെ പുറത്ത് ചെറുതായിട്ട് കുരുമുളക് കൂടി കയറി കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ കരൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ പുറത്ത് അമ്മ ചെറുതായിട്ടൊന്ന് കുരുമുളക് വിതറി കൊടുത്ത് ഇങ്ങനെ വയറ്റിൽ വരുമ്പോൾ നമ്മളത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കരൾ വയറ്റിയതും മീൻ വറുത്തതിനും ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ല രുചിയാണ്. പ്രത്യേകിച്ച് ചാളക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. നമുക്കത് തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിതെല്ലാം ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അമ്മ കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം. എന്താ കരളൊക്കെ വയറ്റുക അങ്ങനെ കിണ്ടിയിട്ട് റോസ്റ്റ് നല്ല ഫ്രൈ ആക്കി ചേർത്തി എടുക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടരുത് ഇതിനകത്ത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ ടേസ്റ്റ് വേറെ പോകും. നമ്മൾ ആ കാണിച്ച മസാലകൾ മാത്രം. പിന്നെ കുരുമുളക് പൊടിച്ച് തോന്നി അത് നമുക്കറിയാതെ ഇട്ടിട്ടുണ്ടമ്മേ. നമ്മൾ കിണ്ടി അത് റോസ്റ്റാക്കി എടുത്തിട്ട് അമ്മ ചോറ് കഴിക്കാം. അപ്പോൾ കാണിക്കാം. അപ്പോഴേ മക്കളെ അവിടെ മീനൊക്കെ വറുത്ത് വെച്ച് നമ്മുടെ കരളൊക്കെ നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നമുക്ക് ഇതൊരു സൈഡിലോട്ട് വെക്കാം. അപ്പം നമുക്ക് അതിൽ നിന്ന് എണ്ണ അങ്ങ് പോയി കിട്ടും. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എണ്ണയാണ് പോകും. അപ്പോഴും നമുക്ക് നല്ല ചോറ് ചൂടാക്കി നമുക്ക് ചോറ് വിളമ്പാം. അമ്മ സൈഡിലോട്ട് നല്ല ചോറ് ഉണ്ടാ. ചോറ് കുറച്ച് മതി, വിശപ്പ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ക്യാബേജ് തോരൻ ഉണ്ടാ. ക്യാബേജ് തോരൻ സൂപ്പർ തോരനാണ്. അടിപൊളി ക്യാബേജ് തോരൻ. പിന്നെ നമ്മുടെ സൂപ്പർ പുളിശ്ശേരി, വെള്ളരിക്കയും ഒക്കെ ഇട്ട് വെച്ച തടിയങ്കയും വെള്ളരിക്കയും ഇട്ട് വെച്ചാൽ അടിപൊളി പുളിശ്ശേരി. നമുക്ക് അത് ഇങ്ങോട്ട് ഒഴിക്കാം. കണ്ട സൂപ്പർ പുളിശ്ശേരിയാണ്. ചോറ്റിലോട്ട് ഒഴിച്ച് ഇത് നമുക്ക് കരൾ ഫ്രൈ ഉണ്ടോ. എണ്ണ ഒരു സൈഡിലായണ്ട ആ കരൾ ഫ്രൈ എന്താ ഇത്ര എണ്ണ ആയിട്ടുണ്ട്. കണ്ടോ, അതുകൊണ്ട് കരൾ ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അമ്മ എടുക്കുന്നത് ചാളമീനാട്ടോ. ചാളമീൻ ഇതാണ്ട് അമ്മ ഉച്ചക്ക് എടുക്കുന്നത് 2 കഷ്ണം ചാള എടുക്കുന്നുണ്ട്. 2 ചാളമീൻ വറുത്തത്. കണ്ടോ, ചോറ്, പുളിശ്ശേരി, കരൾ ഫ്രൈ, ചാളത്തോരൻ, ക്യാബേജ് തോരൻ, ചാള ഫ്രൈ. പിന്നെ നമ്മൾ ഒരു ദിവസം നാരങ്ങത്തോട് എടുക്കുന്നുണ്ട്. അപ്പം അമ്മ ഊണ് കഴിക്കാൻ പോവാണ്ട്. നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചില്ലെങ്കിൽ വന്നാൽ അമ്മ കരൾ ഫ്രൈയും ചാള ഫ്രൈയും ഒക്കെ കൂട്ടി സൂപ്പർ ചോറ് തരാം. അപ്പം അമ്മ കഴിക്കട്ടെ. എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അമ്മ വൈകിട്ട് കട്ടൻ ചായ ഒന്നും കുടിച്ചില്ല, അതാണ് വീഡിയോ എടുക്കാതിരുന്നത്. എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ആഹാരം കഴിക്കാൻ പോവുകയാണ്. കൊല്ലത്ത് ഭയങ്കര ഇടിവെട്ടും മഴയും. കൊല്ലത്താണ്, എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഇടിവെട്ടുണ്ട് പുറത്ത്. അപ്പം അമ്മ നേരത്തെ ആഹാരം കഴിച്ചിട്ട് കിടക്കുവാണ്. ചോറ്, പുളിശ്ശേരി, തോരൻ, മീൻ വറുത്തത്, ഇത്രയാണ് രാത്രിത്തെ ആഹാരം. അപ്പം എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം അമ്മ ആഹാരം കഴിച്ചിട്ട് കിടക്കട്ടെ. പിന്നെ അമ്മ അത് ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. നിങ്ങളുടെ ഫ്രിഡ്ജ് കണ്ടല്ലേ? കൊള്ളാമെങ്കിൽ കമൻറ്റ് ഇടണേ. പിന്നെ അമ്മ ഇനി നാളെ രാവിലെ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.